അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1382. സൂറത്തു യൂസുഫ് 43 മുതൽ 49 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الملك إني أرى 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون. قالوا أضغاث أحلام وما نحن بتأويل الأحلام بعالمين. وقال الذي نجا منهما وادكر بعد أمة أنا أنبئكم بتأويله فأرسلون. يوسف أيها الصديق أفتنا في 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون. قال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون. ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحسنون. ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وقال الملك രാജാവ് പറഞ്ഞു, ഇന്നി അറ നിശ്ചയം ഞാൻ കണ്ടിരിക്കുന്നു സ്വപ്നത്തിൽ 7 ബഖറാത്തിൻ സിമാനിൻ തടിച്ചു കൊഴുത്ത 7 പശുക്കളെ യഅ്കുലുഹുന്ന ആ പശുക്കളെ തിന്നുകളയുന്നു 7 ഇജാഫുൻ മെലിഞ്ഞൊട്ടിയ 7 പശുക്കൾ و7 സുംബുലാത്തിൻ ഖുളിരിൻ 7 പച്ചക്കതിരുകളെയും ഉഖറ യാബിസാത്തിൻ മറ്റൊരു 7 ഉണങ്ങിയ കതിരുകളെയും ഞാൻ കണ്ടിരിക്കുന്നു സ്വപ്നത്തിൽ. യാ അയ്യുഹൽ മലഉ എന്റെ സമൂഹമേ അഫ്തൂനി ഫീ റുയായ എന്റെ ഈ സ്വപ്നത്തിന് നിങ്ങൾ വിവരണം തരണം. ഇൻകുന്തും ലിർറുയാ തഅബുറൂൻ നിങ്ങൾ സ്വപ്ന വ്യാഖ്യാനം നടത്തുന്നവരാണെങ്കിൽ. ഖാലു അവർ പറഞ്ഞു, അൽഗാസു അഹ്ലാം ഇതൊക്കെ പേക്കിനാവുകളാകുന്നു രാജാവേ. വമാ നഹനു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ പേക്കിനാവുകളെ സംബന്ധിച്ച് അറിവുള്ളവരല്ല ഞങ്ങൾ. വഖാല അല്ലദീ നജാ മിൻഹുമാ എന്നാൽ ആ 2 ജയിലർമാരിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ പറഞ്ഞു, വദ്ദക്കറ അയാൾ ഓർക്കുകയും ചെയ്തു, ബഅദ ഉമ്മത്തിൻ കുറേ നാളുകൾക്ക് ശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഓർത്തു. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ അവിടെ ഉണ്ടല്ലോ കേമനായ ആള് എന്ന് അദ്ദേഹം ഓർത്തു. എന്നിട്ട് ആ ജയിലറായിരുന്ന ആള് പറഞ്ഞു, അന ഉനബ്ബിഉകും ബിതഅ്വീലിഹി അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. അതുകൊണ്ട് ഫഅർസിലൂൻ എന്നെ നിങ്ങൾ പറഞ്ഞയക്കണം ജയിലിലേക്ക്. അവിടെ ഉണ്ട് യൂസുഫ് അലൈഹിസ്സലാം, അദ്ദേഹം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരും എന്നർത്ഥം. അങ്ങനെ അവർ പറഞ്ഞയച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലെത്തിയ അദ്ദേഹം പറയാണ്, യൂസുഫു ഓ യൂസുഫ് നബിയെ, അയ്യുഹ സിദ്ദീഖു സത്യസന്ധരായ യൂസുഫ് എന്നവരെ, അഫ്തിനാ ഫീ 7 ബഖറാത്തിൻ സിമാനിൻ 7 തടിച്ച പശുക്കളെ സംബന്ധിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ചു തരണം. യഅ്കുലുഹുന്ന ആ 7 തടിച്ച പശുക്കളെ തിന്നും 7 ഇജാഫുൻ മെലിഞ്ഞൊട്ടിയ 7 പശുക്കൾ തിന്നും. അതേപോലെ 7 സുംബുലാത്തിൻ ഖുദരിൻ പച്ചയായിട്ടുള്ള 7 കതിരുകളെ സംബന്ധിച്ചും ഉഖറ യാബിസാത്തിൻ ഉണങ്ങിയ മറ്റൊരു 7 കതിരുകളെ സംബന്ധിച്ചും വ്യാഖ്യാനവും വിശദീകരണവും നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ലഅല്ലി അർജിഉ ഇലന്നാസി ഞാൻ അതുമായി ജനങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലും. ലഅല്ലഹും യഅലമൂൻ അതിന്റെ വ്യാഖ്യാനം അവരറിയാൻ വേണ്ടി. അതുകൊണ്ട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു.
ഖാല യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു തസ്റഊന സബ്അ സിനീന ദഅബൻ 7 വർഷം നിങ്ങൾ തുടരെ കൃഷി ചെയ്യും. ഫമാ ഹസത്തും അങ്ങനെ നിങ്ങൾ കൊയ്തെടുക്കുന്നതെല്ലാം ഫദറൂഹു ഫീ സുംബുലിഹി അതിന്റെ കതിരുകളിൽ തന്നെ നിങ്ങൾ അതിനെ വിട്ടേക്കുക. ഇല്ല ഖലീലം മിമ്മാ തഅകുലൂൻ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള വളരെ കുറച്ച് ധാന്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കതിരുകളിൽ തന്നെ നിങ്ങൾ വിട്ടേക്കുക. സുമ്മ യഅതി മിൻ ബഅദി ദാലിക അതിനുശേഷം നിങ്ങൾക്ക് വരും സബ്ഉൻ ശിദാദ് കാഠിന്യമുള്ള 7 വർഷം വരും. യഅകുൽന മാ ഖദ്ദംതും ലഹുന്ന നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഭക്ഷ്യധാന്യങ്ങൾ അന്ന് ആ 7 വർഷങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിൽ തിന്നുകളയും. അങ്ങനത്തെ ഒരു 7 ദാരിദ്ര്യത്തിന്റെയും വിഷമത്തിന്റെയും വർഷവും നിങ്ങൾക്ക് വരും. ഇല്ലാ ഖലീലം മിമ്മാ തുഹ്സിനൂൻ നിങ്ങൾ വിത്തിനു വേണ്ടി കരുതി വെക്കുന്ന ഏതാനും ധാന്യമണി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആ 7 കൊല്ലം കൊണ്ട് നിങ്ങൾ തിന്നു തീർക്കും. സുമ്മ യഅതി മിൻ ബഅദി ദാലിക ആമുൻ പിന്നീട് ഒരു വർഷം വരും. ഫീഹി യുഗാസുന്നാസു അന്ന് ജനങ്ങൾക്ക് മഴ നൽകപ്പെടും. വഫീഹി യഅസിറൂൻ അന്ന് അവർ എണ്ണയും അതേപോലെ വീഞ്ഞും അതുപോലെ പാലും ഇങ്ങനെ തുടങ്ങിയിട്ട് കറന്നെടുക്കാൻ പറ്റുന്ന പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതെല്ലാം അവർ പിഴിഞ്ഞെടുക്കുകയും ചെയ്യും എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലിൽ ആക്കിയതിനു ശേഷം ജയിലിൽ നിന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹതടവുകാരിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ യൂസുഫ് അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് രണ്ടാമത് പിന്നെ തിരിച്ചു വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതുവരെയും യൂസുഫ് നബി അലൈഹി സ്വലാമിന് എന്നെ സംബന്ധിച്ച് രാജാവിനോട് പറയാൻ അദ്ദേഹം മറന്നുപോയിരുന്നു. അപ്പൊ അതിന് പറ്റിയ പറഞ്ഞു വക്കാലൽ മലിക്കു അതിലേക്ക് എത്തിയൊരു സംഗതിയാണ് രാജാവിന്റെ സ്വപ്നം എന്നർത്ഥം. രാജാവ് പറഞ്ഞു ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഹാദിഹിർ റുയ മിൻ മലിക്കി മിസ്ർ ഈജിപ്തിലെ ഭരണാധികാരി റയ്യാൻ ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന ഭരണാധികാരി കണ്ട ഈ സ്വപ്നം അത് മിമ്മാ ഖദ്ദറ അല്ലാഹു തആല അള്ളാഹു നേരത്തെ തീരുമാനിച്ചതിൽപ്പെട്ടതാണ്. അന്നഹ കാനത്ത് സബബൻ ലിഖുറൂജി യൂസുഫ് അലൈഹിസ്സലാം മിന സിജ്നി ജയിലിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിന് പുറത്തു വരാനുള്ള കാരണമായി അള്ളാഹു വെച്ചതാണത്. മുഅസ്സസൻ മുകറമൻ അങ്ങേയറ്റത്തെ ആദരവോടുകൂടെയും അങ്ങേയറ്റത്തെ പ്രൗഢിയോടെയും ജയിലിലേക്ക് പോയത് മറ്റൊരാളെ കയറിപ്പിടിച്ചു എന്ന ഒരു നാണംകെട്ട ഫേക്കായ കേസാണെങ്കിലും അത്തൊരു കേസിന്റെ പേരിലാണെങ്കിലും പുറത്തേക്ക് വരുന്നത് രാജകീയമായ പ്രൗഢിയോടെയാണ്. അതെന്താ കാരണം? രാജാവ് കണ്ട സ്വപ്നം. ആ സ്വപ്നം കണ്ടപ്പോൾ ഫഹാലത്തുഹു വതഅജ്ജബ മിൻ അംരിഹ ആ സ്വപ്നം അദ്ദേഹത്തെ വല്ലാതെ അമ്പരപ്പിച്ചു. എന്താണ് ഇതിന്റെ വ്യാഖ്യാനം എന്നറിയാതെ അതേപോലെ എന്തൊക്കെയാണ് ഈ കാണുന്നതെന്ന് അത്ഭുതവും അമ്പരപ്പും എല്ലാം അയാൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒമായക്കൂനു തഫ്സീറുഹ എന്തായിരിക്കും ഇതിന്റെ വ്യാഖ്യാനം എന്നത് വല്ലാത്തൊരു ചോദ്യചിഹ്നമായി വന്നു. ഫജമഅൽ കഹന അങ്ങനെ അദ്ദേഹം ജ്യോത്സ്യന്മാരെ വിളിച്ചുകൂട്ടി കുമറ ദൗലത്തിഹി തന്റെ അധികാര സ്ഥാനങ്ങളിലുള്ള ലീഡർഷിപ്പിലുള്ളവരൊക്കെ വിളിച്ചുകൂട്ടി ഉമറാഹു തന്റെ മന്ത്രിമാരെയും മറ്റുമൊക്കെ വിളിച്ചുകൂട്ടി അങ്ങനെ കേമന്മാരായ ഒരു വലിയ VVIP ആളുകളുടെ സദസ്സ് സംഘടിപ്പിച്ചു. എന്നിട്ട് ഖസ്സാലഹിം മാറ താൻ കണ്ട സ്വപ്നം അവരോട് വിവരിച്ചു കൊടുത്തു. വസാലഹു മൻ തഅ്വീലിഹ എന്നിട്ട് ഇതിന്റെ വ്യാഖ്യാനം എന്താ നിങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. പക്ഷെ വ്യാഖ്യാനം പറയാൻ പറഞ്ഞപ്പോൾ എന്തപ്പത് 7 തടിച്ച പശു 7 മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുവിനെ തിന്നുന്നു. അതേപോലെ തന്നെ 7 പച്ചക്കതിര് 7 ഉണങ്ങിയ കതിര് ഒരു ഐഡിയയും കിട്ടണില്ല. അപ്പൊ ഫലം വ്യാരിഫൂദാലിക്ക വ്യാഖ്യാനം പറയാൻ പറഞ്ഞപ്പോൾ അവർക്കതിന്റെ വ്യാഖ്യാനം അറിയില്ല. വ്യാഖ്യാനം അറിയാതെ വന്നപ്പോൾ കാലു അവര് പറഞ്ഞു അൽഗാസു അഹ്ലാം ഇത് പേക്കിനാവുകളാണ്. കിനാവുകൾ എന്ന് പറഞ്ഞത് പല വിധത്തിലുണ്ട്. ശരിയായ സോഴ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മുബശ്ശിറാത്ത് എന്ന ഗണത്തിൽപ്പെടുന്ന സ്വപ്നങ്ങളുണ്ട്. അതിന് വലിയ യാഥാർത്ഥ്യമുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ ആളുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നവരുടെ മനോഗതിക്കനുസരിച്ചും മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ വെച്ച് പുലർത്തി കിടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചില സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ എന്താവും മനോഗതിക്കനുസരിച്ചൊക്കെ ചിലത് കണ്ടു എന്ന് വരും. ചിലത് വെറുതെ പ്രത്യേകിച്ച് ഉള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെയും കാണുന്ന കിനാവുകളുണ്ടാകും. അതുകൊണ്ട് ഇത് പേക്കിനാവുകളാണ്. പേക്കിനാവുകൾക്കൊന്നും വ്യാഖ്യാനം പറയാൻ ഞങ്ങൾ ആളല്ല, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരു ശരിയായ സ്വപ്നമല്ലല്ലോ. ശരിയായ സ്വപ്നമായിരുന്നെങ്കിലല്ലേ വ്യാഖ്യാനം ഉണ്ടാവുള്ളൂ എന്നാണ് അവര് തടിയെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. രാജാവിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ഒരു വർത്തമാനം അല്ലെങ്കിൽ അത്തരം ഒരു കഥ അവർ മെനഞ്ഞുണ്ടാക്കി. എന്നാൽ ആ കഥ അവർ മെനയുമ്പോഴാണ്
ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു ഫഇൻദ ദാലിക തദക്കറ ദാലിക അല്ലദീന ജാ മിൻ ദൈനികൽ ഫിത്നതൈനി അല്ലദൈനി കാന ഫി സിജനി മാ യൂസുഫ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന രക്ഷപ്പെട്ടയാള് ഓർക്കുന്നത് അല്ല, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ എന്തിനിത്ര കഷ്ടപ്പെടണം? ഞങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുകയും ആ വ്യാഖ്യാനങ്ങൾ അച്ചട്ടാവുകയും ചെയ്ത അനുഭവം എന്റെ മുന്നിലുണ്ടല്ലോ. എന്നുമാത്രമല്ല, എന്നോട് അദ്ദേഹം നേരത്തെ റിക്വസ്റ്റ് ചെയ്തതുമാണല്ലോ. നിങ്ങൾ രാജാവിന്റെ അടുത്ത് സ്വസ്ഥമായി ജോലിയിൽ ഏർപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മൂഡ് നോക്കി എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു നല്ല സമയം നോക്കിയിട്ട് ഞാനിവിടെ നിരപരാധിയായി ജയിലിൽ ഒരാൾ കിടക്കുന്നുണ്ട് എന്ന് വിവരം ഒന്ന് അറിയിക്കണം എന്ന് പറയണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതുമല്ലേ. അപ്പൊ ഞാൻ പക്ഷെ അത് മറന്നുപോയി ഇവിടെ നിന്ന് ജോലി തിരക്കിലും മറ്റും. എന്തായാലും ശരി, ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മോചനത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അന്ന് ചിന്തിച്ചിട്ട് വഖാലല്ലദീന ജാ മിൻഹുമാ, ആ ജയിലിലുണ്ടായിരുന്ന രണ്ടാളിൽ നിന്ന് രക്ഷപ്പെട്ടയാള് പറഞ്ഞു വദ്ദക്കറബഅദ ഉമ്മ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം. ആ ഓർമ്മ വന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു അന ഉനബ്ബിഉകും ബിതഅ്വീലിഹി, ഞാൻ അതിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് ഫാർസിലൂൻ, എന്റെ സ്വന്തം വകയിലല്ല, ഞാൻ ഒരാളോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. അതുകൊണ്ട് ഫാർസിലൂൻ, എന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അയക്കണമെന്ന് പറഞ്ഞു. പിന്നെ മാനൽ കലാമി ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, അയക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഫബഅസു, അങ്ങനെ അദ്ദേഹത്തെ അവരയച്ചു. ഫജാഅഹു, അങ്ങനെ യൂസുഫ് നബിന്റെ അടുത്ത് അദ്ദേഹം ചെന്നു. ചെന്നിട്ടതാ അദ്ദേഹം പറയുന്നു, യൂസുഫു, ഓ യൂസുഫ് നബി, അയ്യുഹ സിദ്ദീഖു, ഓ സത്യസന്ധരായവരെ, അതായത് എന്തെങ്കിലും വെറുവാക്ക് പറയാത്ത, എന്തെങ്കിലുമൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെപ്പടി വിദ്യകൾ പ്രയോഗിക്കാത്ത സത്യസന്ധതയുടെ നിറകുടമായിട്ടുള്ള യൂസുഫ് എന്നവരെ, അഫ്തിനാ ഫീ സബ്ഇ ബഖറാത്തിൻ സിമാനിൻ, തടിച്ചു കൊഴുത്ത 7 പശുക്കളെ സംബന്ധിച്ച് അങ്ങ് ഞങ്ങൾക്ക് വിവരം തരണം. കാരണം ഞങ്ങളെ രാജാവ് റയ്യാൻ ഇബ്നു വലീദ് ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ആ സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് തടിച്ചു കൊഴുത്ത 7 പശുക്കളും മെലിഞ്ഞൊട്ടിയ 7 പശുക്കളും, അതേപോലെ പച്ച നിറത്തിലുള്ള 7 കതിരുകളും ഉണങ്ങിയ 7 കതിരുകളും. ഇതാണ് ഈ സ്വപ്നത്തിലുള്ളത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ കൂടി ഒന്ന് ചേർത്ത് വെച്ച് ഇതിനൊരു ഫലപ്രദമായിട്ടുള്ള വ്യാഖ്യാനം അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു ഇവിടെ ഫഇൻദ ദാലിക ദക്കറ ലഹു യൂസുഫ് അലൈഹി ഇസ്ലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിന്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. എങ്ങനെ? മിൻ ഗൈരി തഅലീഫിൻ ലിദാലികൽ ഫതാ ഫീ നിസ്യാനിഹി മാ വസ്സാഹു ബിഹി. നേരത്തെ താൻ തന്നോട് എടോ ജയിലിൽ നിന്ന് ഇറങ്ങി രാജാവിന്റെ കൊട്ടാരത്തിൽ വീണ്ടും ജോലി കയറിയാല് എന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ കാര്യം ഇത്രയും കാലം മറന്നുപോയതിന്റെ പേരിൽ അദ്ദേഹത്തോട് ഒരു നീരസവും യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രകടിപ്പിച്ചില്ല. അതോടൊപ്പം തന്നെ ഒമിൻ ഗൈരി ഇസ്തിറാത്തിൻ ലിൽ ഖുറൂജ് ഖബല ദാലിക്, വ്യാഖ്യാനം പറഞ്ഞു തരണമെങ്കിൽ ആദ്യം നിരപരാധിയായി ഞാൻ ജയിലിൽ കിടക്കുകയാണ്, ഈ അവസരം ഉപയോഗപ്പെടുത്തി ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാനുള്ള കഴിവുകൊണ്ട് വിലപേശാനും ആരും നിന്നില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാം നിന്നില്ല. മറിച്ച് ജയിലിൽ നിന്ന് പുറത്ത് കടക്കുമ്പോ കടക്കും, അതേസമയത്ത് വ്യാഖ്യാനം ചോദിച്ചിരിക്കുന്നു, വ്യാഖ്യാനം ഞാൻ പറയാണ് എന്ന അർത്ഥത്തിൽ അൺകണ്ടീഷണലായി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് പിന്നെ അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നത് എന്ത്? അഫ്തിനാ ഫീ സബ്ഇ ബഖറാത്തിൻ സിമാനിൻ, തടിച്ചു കൊഴുത്ത 7 പശുക്കളെ സംബന്ധിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. യഅ്കുലുഹുന്ന സബ്ഉൻ ഇജാഫുൻ, മെലിഞ്ഞ 7 പശുക്കൾ ആ 7 തടിച്ച 7 പശുക്കളെ തിന്നും. അതേപോലെ സബ്ഉ സുംബുലാത്തിൻ ഖുദരിൻ വഉഖറ യാബിസാത്തിൻ, പച്ച കതിരുകളായിട്ടുള്ള 7 കതിരുകളെ സംബന്ധിച്ചും ഉണങ്ങിയ 7 കതിരുകളെ സംബന്ധിച്ചും ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരണം. ലഅല്ലി അർജിഉ ഇലന്നാസി, അങ്ങനെ പറഞ്ഞു തന്നാൽ ജനങ്ങളിലേക്ക് എനിക്ക് അതുമായി മടങ്ങിപ്പോകാം. ലഅല്ലഹും യഅലമൂൻ, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അവർക്ക് അറിയാൻ വേണ്ടി. അങ്ങനെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്നാൽ എനിക്ക് അതുമായി അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകാമായിരുന്നു. അപ്പോഴും വാസ്തവത്തിൽ അദ്ദേഹവും പറയുന്നില്ല നിങ്ങളെ പിന്നെ രക്ഷപ്പെടലിന്റെ കാര്യം. അതേസമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം അങ്ങോട്ട് ഡിമാൻഡും വെക്കുന്നില്ല, ഞാനിവിടുന്ന് രക്ഷപ്പെട്ടാൽ അല്ലെങ്കിൽ എന്നെ പുറത്ത് കടത്തിയാലേ വ്യാഖ്യാനം പറയൂ എന്ന് പറയുന്നില്ല. മറിച്ച് കാല യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു തസ്റഊന സബഅ സിനീന ദഅബൻ, തുടരെ 7 വർഷം നിങ്ങൾ എന്ത് നടത്തും? കൃഷി നടത്തും. എന്ന് പറഞ്ഞാൽ കൃഷി നന്നായിട്ട് മഴയും അതേപോലെ തന്നെ മറ്റ് ഭൗതിക സംവിധാനങ്ങളും എല്ലാം അനുകൂലമായി വിളവുകൾ നന്നായിട്ടുണ്ടാവുന്ന 100 പേര് വിളയുന്ന 7 വർഷം തുടരെ നിങ്ങൾ 7 വർഷം കൃഷി ചെയ്യും. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായി നല്ല വിളവുണ്ടാകുമല്ലോ. ആ നല്ല വിളവുണ്ടാകുമ്പോൾ ഫമാ ഹസത്തും ഫദറൂഹു ഫീ സുംബുലിഹി,
നിങ്ങൾ കൊയ്തെടുക്കുന്ന ധാന്യമണികൾ അതിന്റെ ആ കുലയിൽ തന്നെ, കതിരുകളിൽ തന്നെ നിങ്ങൾ വിട്ടേക്കുക. ചാൽ ഇല്ല കലീല മിമ്മാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന അല്പമൊഴിച്ച്. ഭക്ഷണത്തിന് വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ളത് മാത്രം എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ 7 വർഷം കൃഷി ചെയ്താൽ അതിൽ നിന്ന് ലഭിക്കുന്ന ധാന്യങ്ങളെ നിങ്ങൾ പരമാവധി കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി അതിന്റെ കതിരിൽ തന്നെ വിട്ടേക്കണം. ഇല്ലൽ മിഖ്ദാറല്ലദീ തഅകുലൂനഹു, നിങ്ങൾ കഴിക്കുന്ന ഏതാനും ഒരു ഭാഗമൊഴിച്ച്, വൽയകുൻ ഖലീലൻ ഖലീലൻ ലാ തുസ്രിഫു ഫീഹി, ആ കഴിക്കണം തന്നെ പരമാവധി കുറക്കണം, പരമാവധി കുറച്ചായിരിക്കണം. തീരെ അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അമിതമാക്കരുത്, ദുർവ്യയം ചെയ്യരുത്. ലിതൻതഫിഉ ഫീ സബഇ ശിദാദ്, കടുത്ത ദാരിദ്ര്യത്തിന്റെ വറച്ചട്ടിയിലിട്ട് വറക്കപ്പെടുന്ന 7 വർഷം വരാനിരിക്കുന്നുണ്ട്. ആ 7 വർഷം നിങ്ങൾക്ക് ഈ സൂക്ഷിച്ചു വെക്കുന്നത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ആ തുടർന്നു വരാനുള്ള 7 വർഷം, നിങ്ങൾ ആദ്യം കൃഷി ചെയ്യുന്ന സമൃദ്ധിയുള്ള 7 വർഷം, അത് കഴിഞ്ഞാൽ തുടർന്നു വരാനുള്ള ദാരിദ്ര്യത്തിന്റെ 7 വർഷം. വഹുന്നൽ ബഖറാത്തുൽ ഇജാഫുല്ലാറ്റി യഅകുൽന സിമാൻ, തടിച്ച പശുക്കളെ തിന്നുന്ന മെലിഞ്ഞ 7 വർഷം, 7 പശുക്കൾ എന്ന് പറഞ്ഞത് അതാണ്. അതായത് സമൃദ്ധമായി നിങ്ങൾക്ക് വിളവുണ്ടാകുന്ന 7 വർഷം തടിച്ച പശുക്കൾ എന്നതിലേക്കും, അതേപോലെ തന്നെ നിങ്ങൾക്ക് തീരെ വിളവില്ലാതെ ദാരിദ്ര്യത്തിന്റെ വറച്ചട്ടിയിലിട്ട് വറക്കപ്പെടുന്ന 7 വർഷം മെലിഞ്ഞ പശുക്കൾ. അപ്പൊ മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കളെ തിന്നു പറഞ്ഞാൽ സമൃദ്ധിയുള്ള കാലത്ത് നിങ്ങൾ വിളവെടുത്ത ആ വിളവ് സൂക്ഷിച്ചു വെച്ചിട്ട് കഷ്ടപ്പാടുള്ള കാലത്ത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള, പട്ടിണിയില്ലാതെ പോകാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ പശു എന്ന് പറയുന്നത് എന്താ ഇതുമായിട്ട് ബന്ധം? പശു എന്ന് പറയുന്നത് വാസ്തവത്തിൽ സമൃദ്ധമായി കൃഷി ചെയ്യാൻ, നിലം ഉഴുതുമറിക്കാനും അതിന്റെ സംവിധാനങ്ങളെ സജീവാക്കാനുള്ള ഒരു സംവിധാനമല്ലേ. അപ്പൊ ആ സംവിധാനത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് കൃഷിയുടെ സമൃദ്ധിയും അതേപോലെ തന്നെ കൃഷിയുടെ ആ ഒരു വരൾച്ചയും, ഇത് രണ്ടും സൂചിപ്പിക്കാനാണ് മെലിഞ്ഞ പശു അതേപോലെ തന്നെ തടിച്ച പശു എന്ന് പറഞ്ഞത്. പിന്നെ 7 പച്ചക്കതിരി എന്ന് പറയുന്നത് സമൃദ്ധമായി വിളവുണ്ടാവുന്നതിലേക്ക് സൂചന നൽകിയതാണ്. ഉണങ്ങിയ കതിരി എന്ന് പറയുന്നത് കൃഷിയൊന്നും ലാഭകരമല്ലാതെ എന്തുണ്ടാക്കിയാലും ഫലം കിട്ടാത്ത വിധത്തിൽ അങ്ങേറ്റം നഷ്ടത്തിൽ കലാശിക്കുന്ന സംഗതികളാണ്. സുമ്മയത്തി ബായതാലിക്ക, പിന്നീട് അത് മിമ്പായത് താലിക്ക, പിന്നീട് അതിനുശേഷം വരും സബുൻ ഷിദാദുൻ, കഠിനമായ 7 വർഷം. യഅകുൽന ഖദ്ദംതും ലഹുന്ന, നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് ആ 7 വർഷം തിന്നും. ഇല്ലാ ഖലീലൻ മിമ്മാ തുഹ്സിനൂൻ, നിങ്ങൾ വിത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന അല്പം ഒഴിച്ച്. അതായത് 7 കൊല്ലം നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ആ സമൃദ്ധിയുള്ള കാലത്തെ ധാന്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ ദാരിദ്ര്യത്തിന്റെ 7 കൊല്ലവും തിന്നാൻ സാധിക്കും. ആ 7 കൊല്ലം തിന്നാൽ അതോടുകൂടെ ഫുള്ള് തീരരുത്, മറിച്ച് വിത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന, വിത്ത് കുത്തി തിന്നുക എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് വിത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന അല്പം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ആ 7 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് തിന്നു തീർക്കാനാകും എന്ന് പറഞ്ഞാൽ ആ 7 കൊല്ലവും പട്ടിണിയില്ലാത്ത സാഹചര്യം ഉണ്ടാകും. സുമ്മയത്തി മിമ്പാതി ദാലിക ആമുൻ, പിന്നീട് നിങ്ങൾക്കൊരു വർഷം വരും. അതായത് ഈ 7 വർഷം 14 കൊല്ലം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം, സമൃദ്ധിയുടെ 7ഉം സമൃദ്ധിയില്ലാത്ത ദാരിദ്ര്യത്തിന്റെ 7ഉം കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം നിങ്ങൾക്ക് വരും. ഫീഹി യുഗാസുന്നാസു, അതിൽ ജനങ്ങൾക്ക് മഴ നൽകപ്പെടും. അയ്യീഹിമുൽ ഗൈസു വഹുവൽ മത്തർ എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. അവർക്ക് മഴ നൽകപ്പെടും എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വഫീഹി യാസിറൂൻ, അതിൽ അവർ എന്ത് ചെയ്യുകയും ചെയ്യും, ജനങ്ങൾ അവർ പിഴിഞ്ഞെടുക്കുകയും ചെയ്യും. അതായത് ഓരോ വിളവെടുപ്പിന്റേതായിട്ടുള്ള വിവിധ ശൈലികൾ, നെയ്ത്തെണ്ണ പിഴിഞ്ഞെടുക്കുന്നതും അതേപോലെ പാല് കറന്നെടുക്കുന്നതും അതുപോലെ തന്നെ വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നതും അടക്കമുള്ള സമൃദ്ധിയും അതേപോലെ തന്നെ സന്തോഷത്തിന്റെയും സാഹചര്യങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെയ്തിരിക്കുന്നത്. നോക്കൂ, വ്യാഖ്യാനത്തിന്റെ ഉള്ളടക്കം ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. അടുത്ത 14 വർഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് രാജാവിന് അല്ലാഹു തആല മെസ്സേജ് തന്നിരിക്കുകയാണ്. അതിനെന്ത് വേണം? സാമ്പത്തികമായ ഒരു മാസ്റ്റർ പ്ലാൻ പ്രത്യേകം തയ്യാറാക്കണം. കൂട്ടായ ശ്രമത്തിലൂടെ ഇത് വിജയിപ്പിക്കുകയും ചെയ്യണം. 2 സപ്തവത്സര പദ്ധതികൾ, 7 വർഷങ്ങൾ നീളുന്ന 2 സപ്തവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. 2ാം സപ്തവത്സരം വളരെ ക്ഷാമകരമായിരിക്കും, മഴ കുറയും, കൃഷി വിജയിക്കില്ല, കടകമ്പോളങ്ങൾ സജീവമാകില്ല, ജനങ്ങൾ തിന്നാനും കുടിക്കാനും പ്രയാസപ്പെടും. അതിനാൽ ഈ വരുന്ന 1ാം സപ്തവർഷം അഥവാ 7 കൊല്ലം നാം കൃഷിവർഷങ്ങളായി ആഘോഷിക്കണം. അത് 14 കൊല്ലത്തിലെ ആദ്യത്തെ 7 വർഷം നമ്മൾ കൃഷിവർഷങ്ങളായി പരമാവധി ഉണ്ടാക്കി വെച്ച് ആ 7ൽ സമ്പാദിച്ചിരിക്കുന്നത് വേണം
അടുത്ത കഷ്ടപ്പാടിന്റെ 7 വർഷം നമുക്ക് പരിഹാരത്തിനായി ഉപയോഗപ്പെടുത്താൻ. അപ്പൊ ഈ 7 കഠിനാധ്വാനം ചെയ്താൽ അടുത്ത രണ്ടാമത്തെ 7 നമുക്കെന്താകും? സുഖസുന്ദരമായി ജീവിക്കാനുള്ള, അതായത് പട്ടിണിയോട് പൊരുതാനുള്ള ഒരു പ്രത്യേകമായ ധൈര്യവും അതിനാവശ്യമായ ഭൗതിക സംവിധാനങ്ങളും നമുക്ക് ഒരുക്കപ്പെടും. അപ്പൊ നോക്കൂ, ഇതിൽ ഈ 7 വർഷം എന്ന് പറയുന്നത് ആദ്യത്തെ 7 വർഷം പ്രധാനമാണ്. അടുത്ത രണ്ടാമത്തെ 7 വർഷത്തിന്റെ പ്രതിസന്ധിക്ക് പരിഹാരം അതിലൂടെ ഉണ്ടാകും. എന്നാൽ പിന്നീട് ആ 7 വർഷം കഴിഞ്ഞാലോ വീണ്ടും നിങ്ങൾക്ക് സമൃദ്ധിയുള്ള സന്തോഷത്തിന്റെ കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകുകയും ചെയ്യും എന്ന് വളരെ ബൃഹത്തായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വളരെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ. അത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് രാജാവിന് നന്നായി ബോധിച്ചു. അതുകൊണ്ട് തന്നെ പിന്നീടാണ് രാജാവ് അന്വേഷിക്കുന്നത്, ഇദ്ദേഹം എവിടെയാണ് ജയിലിൽ, എന്തുകൊണ്ട് ജയിലിലെത്തി, സംഗതികൾ എന്തൊക്കെയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മോചനത്തിനുള്ള വഴി കൂടി തുറക്കപ്പെടുകയാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അള്ളാഹു നമ്മളെല്ലാവരെയും നല്ലവരിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.